രാവിലെ എണീക്കുമ്പോൾ നിർത്താതെയുള്ള തുമ്മൽ, മൂക്കിൽ നിന്ന് വെള്ളം പോലെ ഒലിക്കുക, കണ്ണിലും മൂക്കിലും തൊണ്ടയുടെ പിന്നിലുമൊക്കെ ചൊറിച്ചിൽ അനുഭവപ്പെടുക. മൂക്കിലെ അലർജി അഥവാ അലർജിക് റൈനൈറ്റിസ് എന്ന അസുഖത്തിന്റെ ലക്ഷണങ്ങളാണിവ. ഈ വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ ഡോക്ടർ പെബീത, കോഴിക്കോട് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ ENT സർജനാണ്. അലർജിക് റൈനൈറ്റിസ് എന്ന രോഗത്തിന്റെ ലക്ഷണങ്ങളുമായി ഒരുപാട് ആളുകൾ ദിവസേന OPയിലെത്താറുണ്ട്. എന്തുകൊണ്ടാണ് ചിലർക്ക് മാത്രം ഈ അലർജിയുടെ രോഗലക്ഷണങ്ങൾ ഉണ്ടാവുന്നത്? ഇതിൽ നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ടത് നമ്മുടെ മൂക്കിന്റെയും വായിലൂടെയും ഉള്ളിലൂടെയാണ് ബാക്ടീരിയകൾ, വൈറസുകൾ, അന്തരീക്ഷത്തിലുള്ള പൊടിപടലങ്ങൾ, പൂമ്പൊടികൾ ഇവയൊക്കെ നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് എത്തിപ്പെടുന്നത്. ഇതിനെതിരെ പ്രതികരിക്കാൻ നമ്മുടെ രോഗപ്രതിരോധ സംവിധാനം വളരെ സുസജ്ജമായി നിൽക്കുകയാണ്. എന്നാൽ ചിലപ്പോഴൊക്കെ നമ്മുടെ രോഗപ്രതിരോധ സംവിധാനം വളരെ അമിതമായിട്ടുള്ള റിയാക്ഷൻ ഇത്തരം സാധനങ്ങളോട് കാണിക്കാം. പ്രത്യേകിച്ചും നമ്മുടെ വീട്ടിലുള്ള ഡസ്റ്റ്, ഹൗസ് ഡസ്റ്റ്, പിന്നെ പൂക്കളും മരങ്ങളും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് അതിൻ്റെ പൂമ്പൊടികളോട്, നനഞ്ഞ ഭിത്തിയൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ അവിടെയുള്ള പൂപ്പലുകളോട്, അതുപോലെ തന്നെ നമ്മൾ അരുമയായിട്ട് വളർത്തുന്ന മൃഗങ്ങളിലും കിളികളിലുമൊക്കെയുള്ള അവരുടെ സെക്രീഷൻസ്, ആനിമൽ ഡാൻഡർ എന്നാണ് ഇതിന് പറയുക. ഇത്തരം വസ്തുക്കളോടൊക്കെ നമ്മുടെ രോഗപ്രതിരോധ സംവിധാനം അമിതമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ് അലർജി ഉണ്ടാവുന്നത്. മെഡിക്കൽ ഭാഷയിൽ പറഞ്ഞാൽ ടൈപ്പ് 1 ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ എന്ന് പറയുന്നു. അപ്പോൾ ഈ അലർജി ഉണ്ടാക്കുന്ന വസ്തുക്കൾ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലെത്തിക്കഴിഞ്ഞാൽ അവിടെയുള്ള കോശങ്ങളിൽ അമിതമായിട്ടുള്ള രാസപ്രവർത്തനം നടക്കുകയും മാസ്റ്റ് സെൽസ് എന്ന് വിളിക്കുന്ന കോശങ്ങളിൽ നിന്ന് ഹിസ്റ്റമിൻ പോലത്തെ കെമിക്കൽ മീഡിയേറ്റേഴ്സ് നമ്മുടെ ശരീരത്തിനുള്ളിൽ വരികയും അപ്പോൾ മൂക്കിൽ നിന്ന് അമിതമായിട്ട് വെള്ളമൊലിക്കുക, തുമ്മൽ വരിക, കണ്ണിലും മൂക്കിലുമൊക്കെ ചൊറിച്ചിൽ അനുഭവപ്പെടുക, ഇത്തരം രോഗലക്ഷണങ്ങൾ ഉണ്ടാകുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ രോഗപ്രതിരോധ സംവിധാനം നമ്മുടെ ശരീരത്തെ ഇതിനായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നു. ആ സമയത്ത് എങ്ങനെയാണോ നമ്മൾ ഇതിനോടൊക്കെ റിയാക്ട് ചെയ്തിട്ടുള്ളത്, അത് ഒരു ഘടകമാണ് ആർക്കൊക്കെ അലർജി വരുന്നു എന്നത് നിയന്ത്രിക്കുന്നത്. പിന്നെയുള്ളത് നമ്മുടെ പാരമ്പര്യം. മാതാപിതാക്കളിൽ 2 പേർക്കും അലർജി ഉണ്ടെങ്കിൽ കുട്ടികളിൽ തീർച്ചയായും 50% അലർജി വരാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഒരു പേരന്റിന് മാത്രമേ അലർജി ഉള്ളെങ്കിൽ ഒരു 20% ഇതിനുള്ള സാധ്യത കുറയുന്നു. അതാണ് രണ്ടാമത്തെ ഫാക്ടർ. പിന്നെയുള്ളത് നമ്മുടെ വയറിനുള്ളിലെ ബാക്ടീരിയൽ ഫ്ലോറ. ഇത്തരം കാര്യങ്ങളാണ് ഒരാൾക്ക് അലർജി എങ്ങനെ ഉണ്ടാവുന്നു എന്നത് നിർണ്ണയിക്കുന്നത്. ഒരേ വീട്ടിൽ കഴിയുന്ന 2 പേര് ചിലപ്പോൾ വീടുപണിയൊക്കെ എടുക്കുന്ന സമയത്ത് ഒരാൾക്ക് മാത്രം അലർജിയും ശ്വാസമുട്ടലും ഒക്കെ അനുഭവപ്പെടാം. എന്നാൽ മറ്റേയാൾ യാതൊരു കുഴപ്പവുമില്ലാതെ ഈ വീട്ടിൽ ജീവിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ചിലർക്ക് മാത്രം അലർജിയുടെ രോഗലക്ഷണങ്ങൾ ഉണ്ടാവുന്നതും എന്നാൽ മറ്റുള്ളവർ ഇതിനോട് വളരെയധികം പൊരുത്തപ്പെട്ട് ജീവിക്കുന്നതും നമ്മൾ കാണാറുണ്ട്. എന്തൊക്കെയാണ് ഈ അലർജിക് റൈനൈറ്റിസിന്റെ രോഗലക്ഷണങ്ങൾ? പ്രധാനമായും മൂക്കിൽ നിന്ന് വെള്ളം പോലെ ഒലിക്കുക, നിർത്താതെയുള്ള തുമ്മൽ. പഴയൊരു ബുക്ക് പൊടി തട്ടിയെടുത്താൽ അപ്പോൾ തന്നെ തുടങ്ങുന്ന തുമ്മലാണ് പലരും പറയുക. അതുപോലെ കുറേ കാലം ഇടാതിരുന്ന ഒരു ഡ്രസ്സ് ഇടാൻ എടുക്കുമ്പോഴേക്കും തുമ്മലുണ്ടാവും. പിന്നെ ഏതെങ്കിലും ഒരു പെർഫ്യൂമിൻ്റെ സ്മെല്ല് ചിലപ്പോൾ ഇത്തരം ആളുകളിൽ തുമ്മലുണ്ടാക്കിയേക്കാം. മൂക്കടപ്പ്, ചെവിയിലും മൂക്കിലുമൊക്കെ ചൊറിച്ചിൽ അനുഭവപ്പെടുക, അണ്ണാക്കിൽ ചൊറിയുമ്പോൾ ഒരു പ്രത്യേക രീതിയിലുള്ള ശബ്ദമുണ്ടാക്കുന്ന ചില പേഷ്യൻസും ഉണ്ട്. ഇതുകൂടാതെ എപ്പോഴും ഇങ്ങനെ ജലദോഷവും മൂക്കിൽ നിന്നുള്ള ഒലിക്കലൊക്കെ വിട്ടുമാറാതെ നിൽക്കുമ്പോൾ ചെവിയിലും അസ്വസ്ഥതകൾ ചിലർ പറയാറുണ്ട്. മൂക്കടപ്പ് കാരണം വാ തുറന്നുള്ള ഉറക്കവും കൂർക്കം വലിയും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളും അലർജിയുള്ള ചില ആളുകളിൽ നമ്മൾ കണ്ടുവരാറുണ്ട്. ഇത്തരം രോഗലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എപ്പോഴാണ് നമ്മളൊരു ഡോക്ടറെ കാണേണ്ടത്? ഇതെന്താണെന്ന് മനസ്സിലാക്കാൻ, അതായത് ഇത് അലർജിക് റൈനൈറ്റിസ് എന്ന രോഗമാണോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നമാണോ എന്നറിയാൻ ഒരു ഡോക്ടറെ കാണാം. പിന്നെയുള്ളത്, ഇത് നമ്മുടെ ദൈനംദിന പ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ട്. കുട്ടികളാണെങ്കിൽ സ്കൂളിൽ പോകാൻ സാധിക്കുന്നില്ല, ജോലി ചെയ്യുന്നവർക്ക് ഓഫീസിൽ നന്നായിട്ടിരുന്ന് വർക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. ഇത്തരം പ്രശ്നങ്ങൾ കാരണം നമ്മുടെ ഉറക്കം തടസ്സപ്പെടുന്നുണ്ട്. ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഒരു ഡോക്ടറെ കാണാം. ഈ അലർജിയെ നമുക്ക് പലതരത്തിൽ ഗ്രേഡ് ചെയ്യാം. അലർജിയുടെ രോഗലക്ഷണങ്ങളുടെ കാഠിന്യം അനുസരിച്ച് മൈൽഡ്, മോഡറേറ്റ്, സിവിയർ എന്നും ഒരാഴ്ചയിൽ എടുത്താൽ ആ ആഴ്ചയിലെ 4 ദിവസത്തിൽ താഴെയുള്ള ദിവസങ്ങൾ മാത്രമേ അലർജിയുടെ രോഗലക്ഷണങ്ങൾ വരുന്നുള്ളൂ. അതുപോലെ തന്നെ ഈ അലർജി 4 ആഴ്ചയിൽ താഴെ മാത്രമേ നീണ്ടു നിൽക്കുന്നുവെങ്കിൽ ഇതിനെ ഇന്റർമീഡിയറ്റ് അലർജി എന്നും,
ഒരാഴ്ചയിൽ 4 ദിവസത്തിലധികം അലർജിയുടെ രോഗലക്ഷണങ്ങളുണ്ട്, 4 ആഴ്ചയിലധികം ഇത് നീണ്ടു നിൽക്കുന്നുവെങ്കിൽ ഇത് പെർസിസ്റ്റന്റ് അലർജി എന്നും പറയാം. അപ്പോൾ ഇങ്ങനെയാണ് അലർജിയെ ഡോക്ടർമാർ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഈ രോഗലക്ഷണങ്ങളുടെ കാഠിന്യം അനുസരിച്ചും ഇത് എപ്പോഴും നിലനിൽക്കുന്നതാണോ എന്നനുസരിച്ചുമാണ് ഇതിന്റെ ട്രീറ്റ്മെന്റ് നിർണ്ണയിക്കുന്നത്. ഈ അലർജിക് റൈനൈറ്റിസ് ഉള്ളവർക്ക് എന്തെങ്കിലും ടെസ്റ്റുകൾ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ചില രക്തപരിശോധനകൾ നടത്തിയാൽ ശരീരത്തിനുള്ളിൽ ഇയോസിനോഫിൽസിന്റെ ലെവൽ കൂടുതലാണോ, IgE ലെവൽസ് കൂടുതലാണോ എന്നൊക്കെ നമുക്ക് പരിശോധിക്കാം. പിന്നെ ഏത് തരം അലർജൻ ആണ് നമുക്ക് അലർജി ഉള്ളതെന്ന് കണ്ടെത്താനായിട്ട് സ്കിൻ പ്രിക്ക് ടെസ്റ്റ് എന്നൊരു ടെസ്റ്റ് ചെയ്യാം. അലർജി ഉണ്ടാക്കുന്ന തുള്ളികളെ കൈയുടെ ഉള്ളിൽ വെച്ച് അതിലൂടെ ഒരു ചെറിയ സൂചി വെച്ച് കുത്തി ശരീരം എങ്ങനെ അതിനോട് റിയാക്ട് ചെയ്യുന്നു എന്ന് നോക്കുന്ന രീതിയാണ് സ്കിൻ പ്രിക്ക് ടെസ്റ്റ്. ഇതിലൂടെയും നമുക്ക് അലർജിയുടെ രീതി കണ്ടെത്താം. എന്നാൽ പലപ്പോഴും ഇത് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ കഴിയുന്ന ഒരു ടെസ്റ്റ് അല്ല. പിന്നെയുള്ളത് അലർജിക്ക് വേണ്ടി എന്ത് തരം ചികിത്സയാണ് എടുക്കേണ്ടത്? ഏറ്റവും പ്രധാനപ്പെട്ടത് അലർജി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. ഏറ്റവും കൂടുതലായിട്ട് സാധാരണ അലർജി കണ്ടുവരാറുള്ളത് ഹൗസ് ഡസ്റ്റിനാണ്. നമ്മുടെ വീട്ടിലുള്ള പൊടിപടലങ്ങളിലൊക്കെയുള്ള ഹൗസ് ഡസ്റ്റിനകത്ത് ഡസ്റ്റ് മൈറ്റ് എന്ന് പറയുന്ന ഒരു ജീവിയുണ്ട്. ഈ ഡസ്റ്റ് മൈറ്റ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പൊഴിഞ്ഞു വീഴുന്ന തൊലിയുടെ ഫ്ലേക്സ് ഒക്കെ കഴിച്ചിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ ഈ സ്കിൻ ഫ്ലേക്സ് കൂടുന്നതനുസരിച്ച് ഈ ഡസ്റ്റ് മൈറ്റുകളുടെ എണ്ണം വർദ്ധിക്കും. പ്രധാനമായും നമ്മൾ ചെയ്യേണ്ടത് വീട്ടിൽ പൊടിയൊക്കെ ഒന്ന് ഇല്ലാതാക്കി ഡീക്ലട്ടർ ചെയ്ത് വീട് നല്ല വൃത്തിയായി വെക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ ബെഡ്ഷീറ്റിലും നിലത്ത് വിരിക്കുന്ന കാർപ്പറ്റിലും മാറ്റിലും കേർട്ടനിലും ഒക്കെ ഡസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഈ ബെഡ്ഷീറ്റും പില്ലോ കവറും പുതപ്പുമൊക്കെ നല്ല ചൂടുള്ള വെള്ളത്തിൽ തന്നെ കഴുകി വെയിലത്തിട്ട് ഉണക്കിയാലേ ഈ ഡസ്റ്റ് മൈറ്റിൻ്റെ എണ്ണം നമുക്ക് കുറയ്ക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഈ മാട്രസുകൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി പ്ലാസ്റ്റിക് കവേഴ്സ് ഉണ്ട്, ഡസ്റ്റ് മൈറ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഇത്തരം സാധനങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. പിന്നെയുള്ളത് അരുമയായിട്ട് വളർത്തുന്ന മൃഗങ്ങളെ ബെഡ്റൂമിൽ കയറ്റാതിരിക്കുക. അതൊരു ശീലമാക്കിയാൽ ഒരു പരിധിവരെ ആനിമൽ ഡാൻഡറിൽ നിന്നുള്ള അലർജി നമുക്ക് കുറയ്ക്കാം. പിന്നെയുള്ളത് പൂമ്പൊടികൾ. പുറമേ നിന്നുള്ള പൂമ്പൊടികൾ ചില ആളുകളിൽ അലർജി ഉണ്ടാക്കും. നമ്മുടെ നാട്ടിൽ അത്ര സാധാരണമല്ലെങ്കിലും പുറം നാടുകളിൽ സ്പ്രിംഗ് സീസൺ, പ്രത്യേകിച്ചും പൂക്കൾ ഉണ്ടാകുന്ന സീസണുകളിൽ ഈ അലർജി കൂടുതലായിട്ട് കാണാറുണ്ട്. അവിടെയുള്ളവർ ചെയ്യുന്നത് കൂടുതലും ആ സമയത്ത് ഇൻഡോർ എയർ നല്ല ക്ലീൻ ആയിട്ട് വെക്കാൻ ശ്രദ്ധിക്കുകയാണ്. പിന്നുള്ളത് നമ്മുടെ വീട്ടിൽ എവിടെയെങ്കിലും പൂപ്പൽ പിടിക്കാൻ സാധ്യതയുള്ള നനഞ്ഞ ഭിത്തികൾ അതല്ലെങ്കിൽ ലീക്ക് ചെയ്യുന്ന ടാപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് എത്രയും വേഗം തന്നെ ഫിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കുട്ടികളൊക്കെ കിടന്നിറങ്ങുന്ന റൂമിൽ അവർക്ക് അത്യാവശ്യം പഠിക്കാനുള്ള ബുക്സ് അല്ലാതെ പഴയ ന്യൂസ് പേപ്പേഴ്സ് അതുപോലെയുള്ള എല്ലാ നോട്ട്ബുക്കുകൾ ഇത്തരം വസ്തുക്കളെല്ലാം അവർ കിടന്നുറങ്ങുന്ന റൂമിൽ നിന്ന് ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ മേശ അതുപോലെ ഫാന് തുടങ്ങിയവയൊക്കെ നനഞ്ഞ തുണി കൊണ്ട് തന്നെ വൃത്തിയാക്കി വെക്കാനും ശ്രദ്ധിക്കണം. പിന്നെ അലർജിയുടെ രോഗലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എന്തൊക്കെ ട്രീറ്റ്മെൻ്റ് ആണ് സാധാരണ കൊടുക്കുക? പ്രധാനമായും അലർജിക്കുള്ള മരുന്നുകൾ, അത് സെട്രിസിൻ, ലിവോസെട്രിസിൻ, പിന്നെ ഇപ്പോഴുള്ള പുതിയ മരുന്നുകളായ ഫെക്സോഫെനാഡിൻ തുടങ്ങിയ മരുന്നുകളൊക്കെ അലർജിക്ക് കൊടുക്കുന്ന ഗുളികകളാണ്. ഇതോടൊപ്പം തന്നെ മൂക്കിലടിക്കുന്ന സ്പ്രേയും കൊടുക്കാറുണ്ട്. സ്റ്റിറോയിഡ് അടങ്ങിയ നേസൽ സ്പ്രേസ് ആണ് പൊതുവായി അലർജിക്ക് കൊടുക്കുന്നത്. പിന്നെയുള്ളത് മൂക്കിൽ നമുക്ക് സലൈൻ നേസൽ വാഷ് ചെയ്യാം. ഇത് മുമ്പൊരു ഷോർട്ട് വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കുകയും ചെയ്യണേ. അപ്പോൾ ഈ സലൈൻ വാഷും നേസൽ സ്പ്രേയും ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അലർജിയുടെ രോഗലക്ഷണങ്ങൾ നമുക്ക് ഒരു പരിധിവരെ നന്നായിട്ട് തടയാൻ സാധിക്കും. അലർജി എന്ന അസുഖവും ഉള്ള ആളുകളിൽ ഒരു 30% ആൾക്കാർക്ക് ആസ്മയുടെ പ്രശ്നവും കണ്ടുവരാറുണ്ട്. അപ്പോൾ ഈ അലർജി ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ പതുക്കെ ഇത് മാർച്ച് ചെയ്ത് ബ്രോങ്കിയൽ ആസ്മയിലേക്ക് എത്തും. അതുകൊണ്ട് അലർജിയുടെ തുടക്കഘട്ടത്തിൽ തന്നെ അലർജിക്ക് വേണ്ട വിധം ട്രീറ്റ്മെൻറ്റ് എടുക്കുക, അത് വരാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു വെക്കുക. ഇത്തരം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അലർജിയും ആസ്മയും മൂലം ബുദ്ധിമുട്ടുന്ന ഒരു ഫ്രണ്ടോ ഫാമിലി മെമ്പറോ നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റുകൾ രേഖപ്പെടുത്തുകയും ചെയ്യണേ.